കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നത്തെ കാലത്ത് സ്ഥലക്കച്ചവടത്തിന് ഭയങ്കര തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ചില ആൾക്കാർക്ക് വീട് പണയത്തിലാവും, സ്ഥലം പണയത്തിലാവും. എന്നിട്ടും അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പണയം വെച്ചാൽ പിന്നീട് ആ സ്ഥലം എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് ആ ലോണൊന്ന് വീടി സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കച്ചവടം നടക്കൊന്നുമില്ല. അങ്ങനെയുള്ള ചില അവസ്ഥകളിൽ കൂടെ ഓരോരുത്തർ കടന്നു പോകാറുണ്ട്. ചിലർക്കാണെങ്കിൽ സ്ഥലം കുറേ കയ്യിൽ വന്ന് പെട്ട് കിടക്കുന്നുണ്ടാവും. അതൊന്നും കച്ചവടമായി പോകണില്ല എന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതായത് എനിക്കറിയാവുന്ന ഒരാൾക്ക് ഇതുകൊണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വഴിപാട് ഞാനിവിടെ ഇടുന്ന വീഡിയോകളെല്ലാതും, എൻ്റെ ചാനലിലിടുന്ന വീഡിയോകളെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഉദാഹരണത്തിന് ശ്രീരാമജയം എന്ന മന്ത്രം എഴുതാൻ പറഞ്ഞിരുന്നല്ലോ ആഗ്രഹ സാഫല്യത്തിന്. അത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനത് എനിക്ക് മനസ്സിലായി. ഞാനത് കേട്ടിട്ട് ചെയ്ത് ഗുണത്തിൽ വന്നതുകൊണ്ടാണ് അത് ഇടാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെയാണ് ഇതൊരു അനുഭവത്തിൽ നിന്നാണ് എനിക്കിത് എഴുതണമെന്ന് തോന്നിയത്, പറയണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളെ കയ്യിൽ 1 രൂപയാണ് വേണ്ടത്. 1 രൂപ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, 1 രൂപ ആദ്യം വേണം. അതായത് ഈ 1 രൂപ നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാവരെയും ഒഴിഞ്ഞു വയ്ക്കുക. ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു വഴിപാട്, പറയാൻ പോകുന്ന വഴിപാട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വേണം ഒഴിഞ്ഞു വയ്ക്കാൻ. അപ്പോൾ ഈ വഴിപാട് ഞാൻ ഇവിടെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നോ വിചാരിച്ച് എല്ലാവരെയും, വീട്ടിലുള്ള എല്ലാവരെയും ഒഴിഞ്ഞിടുക. ഒഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കി പൂജാമുറിയിൽ വയ്ക്കുക. അതായത് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ 1 രൂപ ഒഴിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്ഥലം കച്ചവടമായി കഴിഞ്ഞാൽ മാത്രം ഈ വഴിപാട് പോയി ചെയ്യുക. ഈ സ്ഥലം കച്ചവടമാകാനായി ചെയ്യേണ്ട വഴിപാട് തിരുവില്ലാമല വില്ലാദ്രിനാഥൻ കോവിലാണ്. വളരെ പ്രശസ്തമായ അമ്പലമാണ് വില്ലാദ്രിനാഥൻ എന്ന് പറഞ്ഞാൽ. വളരെ ശക്തിയുള്ള ഒരു ശ്രീരാമൻ തന്നെയാണ് വില്ലാദ്രിനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ അമ്പലമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട വഴിപാട്, ആദ്യം ഹനുമാൻ സ്വാമിക്ക് വടമാല നേരുക. വടകൾ കൊണ്ട് ഒരു മാല ഉണ്ടാക്കി നേരുക. അത് അവിടെ പൈസ കൊടുത്താൽ അവർ ഇട്ടോളും. അപ്പോൾ വടമാല നേരുക. എന്നിട്ട് ഈ വഴിപാട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വടമാല കൊടുക്കുക. അപ്പോൾ വടമാലയ്ക്ക് ഒരു പൈസ വന്നിട്ടുണ്ടാകും. അതിനും കുറച്ച് കൂടുതൽ രൂപയ്ക്ക് അവിടുത്തെ ലക്ഷ്മണ സ്വാമിക്ക് വഴിപാട് ചെയ്യുക. അങ്ങനെ ലക്ഷ്മണന് വഴിപാട് കഴിഞ്ഞിട്ട് ലക്ഷ്മണന് എത്രയാണോ ചിലവാക്കിയത് അതിനേക്കാളും കൂടുതൽ ശ്രീരാമസ്വാമിക്ക് വഴിപാട് ചെയ്യുക. അതായത് ഇങ്ങനെയാണ്. ആദ്യം ഹനുമാൻ സ്വാമിക്ക് വടമാല നേടുക. വടമാല ചെയ്ത് കഴിഞ്ഞ് വരുന്ന പൈസ കൊണ്ട് ലക്ഷ്മണന് വഴിപാട് ചെയ്യുക. അതിനും കൂടുതൽ പൈസ കൊണ്ട് ശ്രീരാമന് വഴിപാട് ചെയ്യുക എന്നീ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിപ്പോൾ വിചാരിക്കുക. അതായത് ഈ 1 രൂപ ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ ഈ വഴിപാട് ഞാൻ ഈ സ്ഥലം വിറ്റു കഴിഞ്ഞാൽ അവിടെ വന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ സ്ഥലം വിറ്റു പോകുമ്പോൾ നമ്മൾ അവിടെ പോയി ചെയ്യുക. ഈ വഴിപാട് 3ഉം അവിടെ പോയി ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് വഴിപാടാണെങ്കിലും അത് മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും. അപ്പോൾ ഇങ്ങനൊരു വഴിപാട് എനിക്ക് പരിചയമുള്ള ഒരാൾ ചെയ്തു. വഴിപാട് ചെയ്തതിന് ഒരു പ്രത്യേകത കാരണമുണ്ട് പറയാൻ. ആൾ ഈ വഴിപാട് നേർന്നു. അതിനുശേഷം 1 കൊല്ലത്തിനുള്ളിൽ തന്നെ, 6 മാസത്തിനുള്ളിൽ തന്നെ ആളുടെ സ്ഥലം കച്ചവടമായി. എന്നിട്ട് ആ വഴിപാടിനെ പറ്റി മറന്നുപോയി. പക്ഷേ പോയി വരുന്ന വഴിയിൽ അറിയാതെ പെട്ടെന്ന് കണ്ണുടക്കിയത് തിരുവില്ലാമല വില്ലാദ്രിനാഥൻ സ്വാമിയുടെ അമ്പലത്തിൻ്റെ ഒരു പരസ്യത്തിലാണ്. അത് ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അയ്യോ, ഞാനിത് നേർന്നുണ്ടായല്ലോ. അതായത് സ്ഥലം കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ആണ് ഇത് കാണുന്നത്.
ഇല്ലാതിരുന്ന സ്വാമിയുടെ അമ്പലത്തിൻ്റെ ഒരു പരസ്യം. അതെവിടെയോ കണ്ടു. ആരും പരസ്യം കൊടുത്തല്ല, എന്തോ ഒരു ബോർഡോ അങ്ങനെ എന്തോ കണ്ടു. അപ്പോൾ ദൈവമേ, ഞാൻ ഈ വഴിപാട് നേർന്നല്ലോ, ചെറുതുണ്ടായിരുന്നല്ലോ എന്ന് ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്തിട്ടാണല്ലോ എൻ്റെ സ്ഥലം കച്ചവടമായി പോയത്, നേർന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴിപാട് നേർന്നത് പെട്ടെന്ന് ആൾക്ക് ഓർമ്മയിലേക്ക്. സ്ഥലം കച്ചവടമായി വരുമ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ആൾ പോയിട്ട് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് പോയി അവിടെ പോയിട്ട് ഈ വഴിപാട് മുഴുവനും ചെയ്തു. അങ്ങനെ ആളുടെ കടങ്ങളൊക്കെ വീടുകയും ചെയ്തു. ആളുടെ സ്ഥലത്തുണ്ടായ കടങ്ങളൊക്കെ വീടാനായിട്ട് ഈ വഴിപാട് ചെയ്ത് വളരെ സഹായകമായി. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക, ഇത് നടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ പല മെത്തേഡുകളും ഞാൻ ഈ സ്ഥലം വിറ്റ് പോകുന്നതിനുള്ള ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് നേരിട്ടൊരാൾ പറഞ്ഞ അനുഭവത്തിൽ ഇതാണ് പ്രധാന വഴിപാടെന്ന് തോന്നി. ഇത് വളരെ ഇഫക്റ്റീവാണെന്ന് തോന്നി. അനുഭവം കിട്ടി. ഇത് 6 മാസത്തിനുള്ളിൽ കാരണം ആളുടെ സ്ഥലമെന്ന് പറയുന്നത് 10 വർഷമായിട്ട് കച്ചവടം ചെയ്ത് കിടക്കാത്ത സ്ഥലമായിരുന്നു. 10 വർഷമായിട്ട് അയാൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. പക്ഷേ ആ സ്ഥലം മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. ആൾ ആകെ കടമെടുത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ഇത് നടന്നു എന്ന് കേട്ടപ്പോൾ ഞാനിത് മറ്റ് സ്ഥലം വെക്കാനുള്ള വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാളും അയാൾക്ക് ബലം കിട്ടിയെന്നും പറഞ്ഞപ്പോൾ ഇത് എനിക്കൊരു ഇഫക്റ്റീവായി തോന്നി. അതുകൊണ്ട് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.